ഈ മാസം 22-ാം തീയതി നടക്കാനിരിക്കുന്ന അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഏറ്റവും കൗതുകകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠാ കർമ്മത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരായ ശ്രീമതി സോണിയാഗാന്ധി, ശ്രീ മല്ലികാർജുന ഖാർഗെ, ലോക്സഭയിലെ പാർട്ടി നേതാവായ ശ്രീ അധിരഞ്ജൻ ചൗധരി എന്നിവരെയാണ് ഈ പ്രതിഷ്ഠാ കമ്മിറ്റി പങ്കെടുക്കുന്നതിനായി ക്ഷണിച്ചത്. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയെയും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ നേരിട്ട് പോയി ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, ഇന്ത്യയിൽ അറിയപ്പെടുന്നതായിട്ടുള്ള നിരവധി പ്രാദേശിക കക്ഷികളുടെ പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാരെ പോലും ഈ ചടങ്ങിലേക്ക് നാളിതുവരെ ക്ഷണിച്ചിട്ടില്ല. ഉദാഹരണമായി NCPയുടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ശരത് പവാർ, സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുന്ന അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി മമതാ ബാനർജി, ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ, DMKയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ, ഇങ്ങനെ അറിയപ്പെടുന്നതായിട്ടുള്ള നവീൻ പട്നായിക്ക്, നിതീഷ് കുമാർ തുടങ്ങിയതായിട്ടുള്ള ബീഹാറിലെയും ഒറീസയിലെയും നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ആരും തന്നെ ഔപചാരികമായി ഈ ചടങ്ങിലേക്ക് നാളിതുവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് ഒരളവ് വരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇത്ര വിവാദമുണ്ടായി എന്നുള്ളത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാന വിഷയമായി മറ്റ് രാഷ്ട്രീയ കക്ഷികളും എടുത്തിട്ടുണ്ട്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷണം കിട്ടി കുറച്ച് അധികം വൈകാതെ തന്നെ അവരുടെ പാർട്ടിയുടെ നിലപാട് എന്ന രീതിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു, പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ എന്തായാലും ഈ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടേതായ കാരണങ്ങളുണ്ട്. കാരണം അവർ അടിസ്ഥാനപരമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വര സാന്നിധ്യം അംഗീകരിക്കുന്നവരല്ല, അല്ലെ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ ഇതൊരു ക്ഷേത്ര സംബന്ധമായ ചടങ്ങായതുകൊണ്ട് സ്വാഭാവികമായി അവരുടെ ഈ നിരാസം ആരെയും അത്ഭുതപ്പെടുത്തിയില്ല. പക്ഷേ അവർ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറേ ദിവസങ്ങളായി അവരുടെ നിലപാട് വ്യക്തമാക്കാതെ ഇരുന്നു. അതാണ് നീണ്ട ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അത് വെളിപ്പെടുത്താതിരുന്നതിൻ്റെ പ്രധാനമായ കാരണം അവരുടെ പാർട്ടിക്കകത്ത് ഈ കാര്യത്തിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. എന്നാൽ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമുള്ള മറ്റ് സീനിയർ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പങ്കെടുക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട ദേശീയ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ചില സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒക്കെ നിലപാടിനെ അവർ ന്യായീകരിച്ചത് ഇത് യഥാർത്ഥത്തിലൊരു ക്ഷേത്ര പ്രതിഷ്ഠയാണെങ്കിലും ഇതിനെ ഒരു രാഷ്ട്രീയ ചടങ്ങായി ഭാരതീയ ജനതാ പാർട്ടി മാറ്റിയിരിക്കുന്നു, അതിലുമായി നമുക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് പ്രഥമ ദൃഷ്ട്യാ യുക്തി സഹജമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ക്ഷണിച്ചിരിക്കുന്നത് ട്രസ്റ്റ് ആണെങ്കിലും അവർ ബോധപൂർവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും നേതൃനിരയുള്ളവരെ വിളിക്കുമ്പോൾ ഇത് പാർട്ടിക്കുള്ള ക്ഷണം എന്ന രീതിയിൽ അതിനെ സമീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ BJPയുടെ
അനുഗ്രഹാശിസ്സുകളോടെയും ഒത്താശയോടുകൂടെയും ബഹുമാന്യനായ നരേന്ദ്രമോദി ഉൾപ്പെടെ ആദ്യന്തം പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങാണ്. 2024 അതായത് ഈ വർഷം തന്നെ 2-3 മാസങ്ങൾക്കകം നടന്നേക്കാനിടയുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായും ഇതിനെ രൂപീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കരുതിയിരിക്കുന്നു എന്ന ഒരാക്ഷേപമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാകാതിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് കക്ഷി ഘടകം വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് ഔപചാരികമായി KPCC ഹൈക്കമാൻഡിനോട് പറയുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞ കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇതൊരു രാഷ്ട്രീയ ചടങ്ങാണ്, അതിനകത്ത് നമ്മൾ പങ്കെടുക്കേണ്ടതില്ല. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര കക്ഷിയാണ്, എല്ലാ മതങ്ങളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകമായ മതത്തിന് മേൽക്കൈ ഉണ്ടാകാൻ ഇടയുള്ളതായ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല. ഔപചാരികമായി താല്പര്യമുള്ള ആളുകൾ, വിശ്വാസികൾ പങ്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നും ഏകദേശ ധാരണയിലെത്തി അവർ ചില ദിവസങ്ങൾക്ക് മുൻപ് ആണ് ഔപചാരികമായി ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. അതോടുകൂടി കോൺഗ്രസിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും മഴ തോർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും അതിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വ്യക്തികൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അത് ഒരു ഗൗരവമായ ചർച്ചയ്ക്ക് ഇനിയും എടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ആരെയും വിലക്കിയിട്ടില്ല അതിൽ പങ്കെടുക്കുന്നതിൽ നിന്നും. എന്നാൽ പാർട്ടി എന്ന രീതിയിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഒരു അളവിൽ വളരെ സമയോചിതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ പ്രതിപക്ഷ മുന്നണിയായി നിൽക്കുന്ന INDIA എന്ന സഖ്യത്തിൻ്റെ നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്. അപ്പോൾ INDIയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതായ ഘടകകക്ഷികൾക്കൊന്നും ഈ ക്ഷണം ലഭിക്കാതിരിക്കുകയും അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആ ഐക്യത്തിൽ അല്പം അസ്വസ്ഥത ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഈ തീരുമാനം എടുത്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ബുദ്ധിജീവികളും ഒക്കെ കരുതുന്നത്. എന്തായാലും ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനൊരായുധമാകുവാൻ INDA മുന്നണി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആയുധമാക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയെയും അനുവദിക്കാൻ പാടില്ല. ഇത് തികച്ചും ഒരു മതപരമായ ചടങ്ങാണ്. ആ മതങ്ങളോടുള്ള അല്ലെങ്കിൽ ആ സമീപനം, മതേതര സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിർത്തണം. INDA മുന്നണിയും നിലനിർത്തണം. ഒരു വർഗീയ അടിസ്ഥാനത്തിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടാകാൻ പാടില്ല, വർഗീയവൽക്കരണം ഉണ്ടാകാൻ പാടില്ല, വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതുപോലെ തന്നെ INDIA സഖ്യത്തിലുള്ള മറ്റ് കക്ഷികളും ക്ഷണിച്ചാലും ഇല്ലെങ്കിലും വിട്ടുനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ INDIA മുന്നണിയുടെ കെട്ടുറപ്പ് കുറേ കൂടെ ബലപ്പെടുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ തീരുമാനം സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതൊട്ടും അധികപ്പറ്റാവുകയില്ല. ഇടതുപക്ഷ കക്ഷികളൊക്കെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ INDA സഖ്യം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ ഗൗരവത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം എങ്ങനെയും ഏത് വിധേനയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇനിയും ഒരു തരത്തിലും അധികാരത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയാകട്ടെ ഇപ്പോൾ ഈ കിട്ടിയതായ അവസരമൊക്കെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ഈ മേൽക്കൈ നേടാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ്, 22-ാം തീയതി കഴിയുമ്പോൾ ഈ പ്രതിഷ്ഠാ ചടങ്ങ് അവസാനിക്കും. അതിനെ തുടർന്നുള്ളതായിട്ടുള്ള ചർച്ചകളും ഏതാണ്ട് അതോടുകൂടി അവസാനിക്കും എന്ന് തന്നെ വേണം കരുതാൻ.
കാരണം ഇനിയും രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് സമയം കളയാനായിട്ടില്ല. ഇനിയും അവരെല്ലാവരും ഏകാഗ്രതയോടുകൂടെ, ജാഗ്രതയോടുകൂടെ, നിശ്ചയദാർഢ്യത്തോടുകൂടെ, ഒരുമയോടുകൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള എല്ലാ നടപടികളിലേക്കും പ്രവേശിക്കും എന്ന് തന്നെ വേണം കരുതാൻ. അതുതന്നെയാണ് ഇപ്പോൾ ആവശ്യവും. ഒരു മതത്തിൻ്റെ പേരിൽ, ഒരു മതചടങ്ങിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുവാൻ ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രത്തിന് സാധ്യമല്ല. അത് ശരിയുമല്ല. കാരണം ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ വളരെ കൗതുകത്തോടും ജിജ്ഞാസയോടും കൂടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ, ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നതൊക്കെ മറ്റ് രാഷ്ട്രങ്ങളും വളരെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ് അറിയാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇരു വിഭാഗത്തിൻ്റെയും ആവശ്യമാണ്. അത് പരിഗണിച്ച് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള, അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ 22-ാം തീയതിയോടുകൂടി അവസാനിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവസാനിക്കേണ്ടതാണ്. അതൊരു വിവാദ വിഷയമാക്കേണ്ടതല്ല എന്ന തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഏതാണ്ട് ഉണ്ടായിക്കഴിഞ്ഞു എന്നത് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് നിലനിൽക്കട്ടെ എന്നാണ് മതേതര വിശ്വാസികളായിട്ടുള്ള ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതിനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്.